പ്രേമത്തിൻ കഥകളുമായി പറന്നു വന്നോ തെന്നലും പദപ പദപ പദ പദ സരി സദപ പദപ പദപ പദ പദ സരി സദപ പദ സദ സരി സരി മരി മരി സദപ സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലേ പോരു നീ. കരള് കരളുമായി മനസ്സു മനസ്സുമായി ആടി പാടി ചേർന്നല്ലോ. കരള് കരളുമായി മനസ്സു മനസ്സുമായി ആടി പാടി ചേർന്നല്ലോ. ഇളം കിളി ഇണക്കിളി ഇനിയും നീ വരികില്ലേ. പദപ പദപ പദ പദ സരി സദപ പദ സദ സരി സരി മരി മരി സദപ സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലേ പോരു നീ. കൊതിച്ചു കൊതിച്ചു ഞാൻ ചിരിച്ചു ചിരിച്ചു ഞാൻ ഗാനം പാടി വന്നല്ലോ. കൊതിച്ചു കൊതിച്ചു ഞാൻ ചിരിച്ചു ചിരിച്ചു ഞാൻ ഗാനം പാടി വന്നല്ലോ. മരാളികേ മനോഹരി ഇനിയും നീ വരികില്ലേ. ഭാഷിണി പറന്നു പറന്നുവാ. പദപ പദപ പദ പദ സരി സദപ പദപ പദപ പദ പദ സരി സദപ പദ സദ സരി സരി മരി മരി സദപ സിന്ദൂര തിലകവുമായി പുള്ളിക്കുയിലേ പോരു നീ. രാഗാർദ്രമായി നീ മോഹങ്ങൾ തന്നു പോ. രാഗാർദ്രമായി നീ മോഹങ്ങൾ തന്നു പോ. പ്രേമത്തിൻ കഥകളുമായി പറന്നു വന്നോ തെന്നലും പദപ പദപ പദ പദ സരി സദപ പദപ പദപ പദ പദ സരി സദപ പദ സദ സരി സരി മരി മരി സദപ. അഭിനന്ദനോട് ചോദിക്കട്ടെ, എങ്ങനെ പാടി? കുഴപ്പമില്ലാതെ. ഓക്കെ, നമുക്ക് നമ്മുടെ ചേട്ടൻ ചേച്ചിമാർ ചോദിക്കാം. സൗഭാഗ്യ ചേച്ചി. അഭിനന്ദ്, യു വർ നോട്ട് വെൽ ഇറ്റ് സീംസ്. തൊണ്ടയിൽ കുറച്ചിങ്ങനെ ട്രബിൾ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. വയ്യായിരുന്നോ മോന്? ജലദോഷമായിരുന്നോ? ജലദോഷമല്ല, ഈ ശബ്ദം പോയെന്നും മിഞ്ഞാന്നൊക്കെ. ആണല്ലേ? കാരണം യൂഷ്വലി അഭിനന്ദ് ഇവിടെ വന്ന് പാടുമ്പം വളരെ ശ്രുതി ശുദ്ധമായിട്ട് പാടുന്ന ഒരു ഫാനാണ്. ഇത്തവണ സോങ്ങിൽ കുറേ പിച്ച് ഔട്ട് ഇങ്ങനെ കുറേ ഫീൽ ഉണ്ടായിരുന്നു. വളരെ എവിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പല പല പോർഷൻസിൽ. അതൊക്കെ അത് ത്രോട്ട് പ്രോബ്ലം ആയിട്ട് നമുക്ക് മാറ്റാം. പിന്നെ വേറെ ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സോങ് കുറച്ചും കൂടി സ്റ്റൈലിഷ് ആയിട്ട് ഇങ്ങനെ കെയർ ഫ്രീ ആയിട്ട് പാടേണ്ട ഒരു സോങ് ആണ്. അത് ദാസേട്ടൻ്റെ ഒരു സ്റ്റൈലുണ്ട്. ഇങ്ങനെയുള്ള സോങ്സ് പാടുമ്പോൾ ഒരു വേറെ ഒരു ടൈപ്പ് ഓഫ് സിംഗിങ് ആണ്. ഭയങ്കര രസമാണ് അത് കേൾക്കാനായിട്ട്. അപ്പോൾ ആ ഒരു സ്റ്റൈൽ, ആ ഒരു ഫീൽ ഈ പാട്ടിന് കിട്ടിയോ എന്ന് എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. ഇത് കുറച്ചും കൂടി മോൻ ഒരു കർണാട്ടിക്
ലെവലിലാണ് ഈ പാട്ട് പാടിയെന്ന് എനിക്ക് ഫീൽ ചെയ്തു. കുറെ കൂടി ക്ലാസിക്കൽ മ്യൂസിക്കിനെ അപ്രോച്ച് ചെയ്യുന്നത് പോലെ ഓൾമോസ്റ്റ് എല്ലാ സോങ്സിനെയും അഭിനന്ദ് അപ്രോച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇങ്ങനെയുള്ള സോങ്സിനെ ലൈറ്റായിട്ട് പാടാനും റൊമാൻറ്റിക് സോങ്സ് ആകുമ്പോൾ ഹസ്കി ആയിട്ട് പാടാനും കർണാട്ടിക് മ്യൂസിക് ആകുമ്പോൾ അത് നല്ല അഴുത്തി പാടാനും അങ്ങനെയുള്ള ആ ഒരു ട്രെയിനിങ് അഭിനന്ദിന് കുറച്ച് വേണമെന്ന് എനിക്ക് ഈ സോങ് കേട്ടപ്പോൾ ഫീൽ ചെയ്തു. അതർവൈസ് ഇറ്റ് വാസ് നൈസ്. ഇത്രയും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ കവർ ചെയ്ത് മാക്സിമം അഭിനന്ദ് നന്നായിട്ട് പാടി. ഗുഡ് ട്രൈ, വെൽ ഡൺ. താങ്ക് യു. വിവേകേട്ടാ, അഭിനന്ദിന്റെ പാട്ട് എപ്പോഴത്തെയും പോലെ കേൾക്കാൻ നല്ല രസമായിരുന്നു. ഈ പറഞ്ഞ പോലെ സൗഭാഗ്യ പറഞ്ഞ പോലത്തെ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഭയങ്കര സ്ട്രെസ് ചെയ്ത് പാടുന്ന പോലത്തെ ഫീല് പല സ്ഥലങ്ങളിലും ഫീൽ ചെയ്തു. പിന്നെ ആ ക്ലാസിക്കലിന്റെ ഭാഗം വരുമ്പോൾ ആ ഭാഗങ്ങളൊക്കെ കിടിലാണ്. അഭിനന്ദ്, എനിക്ക് ഒരു കാര്യം കൂടെ ഫീൽ ചെയ്തത്, ദിസ് ഇസ് എ സെമി ഫൈനൽ റൗണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു ചാലഞ്ചിങ് ആയിട്ടൊരു സോങ് എടുക്കാമെന്ന് എനിക്ക് തോന്നി. ദാസേട്ടൻ എന്ന് പറയുമ്പോൾ എത്ര പാട്ടുകളാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ ടൈപ്പ് ഓഫ് സോങ്സും ദാസേട്ടൻ പാടിയിട്ടുണ്ട് നമുക്ക് വേണ്ടി. അപ്പോൾ കുറച്ചും കൂടി എന്തെങ്കിലും നമ്മുടെ സ്കിൽഫുള്ളായിട്ട് നമുക്ക് ഈ സ്റ്റേജിൽ ഒരു ഈ സെമി ഫൈനലിൽ ഒരാൾ നിൽക്കുന്ന എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാനും കൂടി ആണല്ലോ. ഇപ്പം വൈ ഇസ് അഭിനന്ദ് ഓൺ ദി സ്റ്റേജ്, ഈ ഒരു ലെവൽ എന്തുകൊണ്ടാണ് അഭിനന്ദ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി ഒരു പെർഫോമൻസ് നമ്മൾ കാണിക്കണം. സെമി ഫൈനലിൽ ഞാൻ എന്തുകൊണ്ട് എത്തി. അപ്പോൾ എനിക്ക് അതൊരു കാര്യത്തിൽ ഡൗട്ട് ഉണ്ടായിരുന്നു, വൈ ദിസ് സോങ് ഇൻ ദിസ് റൗണ്ട്. ഈ ഒരു ലെവലിൽ കുറച്ചും കൂടി ചലഞ്ചിങ് ആയിട്ടൊരു സോങ് എടുക്കായിരുന്നു എന്ന് എൻ്റെ ഒരു സജഷൻ. അങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. നന്നായിട്ട് പാടി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അഭിനന്ദ് നല്ലായിരുന്നു. നന്നായിട്ട് നല്ലൊരു ട്രൈ ആയിരുന്നു. ഐ ഷുഡ് സേ ദാറ്റ് നല്ലൊരു ഗുഡ് ട്രൈ ആയിരുന്നു. എനിക്ക് തോന്നുന്നു അഭിനന്ദിൻ്റെ ഏറ്റവും സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലാസിക്കൽ ടച്ചുള്ള സോങ്സ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു സെമി ഫൈനൽസിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ അതാണെങ്കിൽ അങ്ങനത്തെ ഒരു സോങ് ചൂസ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അഭിനന്ദിൻ്റെ സ്ട്രോങ് പോയിന്റ് അതായതുകൊണ്ട് അങ്ങനത്തെ ഒരു സോങ് ചൂസ് ചെയ്താൽ മതിയായിരുന്നു ഈ സെമി ഫൈനൽസിൽ എനിക്ക് തോന്നി. പക്ഷേ ഇത് മോശം എന്നല്ല പറഞ്ഞത്, ഇത് നന്നായിട്ട് പാടി. പക്ഷേ അഭിനന്ദ് എപ്പോഴും പാടുമ്പോൾ പണ്ട് മുതലേ അഭിനന്ദിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഭയങ്കര പിടിച്ച് പാടുന്ന ഒരു കൂട്ടത്തിലാണ്. അച്ഛൻ ഇതിന് മുന്നേ ഗോരിത്തേര അത് ആ ഒരു ഇതില് അതൊരു ആപ്റ്റായിരുന്നു മോന്റെ വേ ഓഫ് സിംഗിങ്. പക്ഷെ അത് ഇതിൽ വന്നപ്പോ ഈ സോങ്ങിന് അത് കുറച്ച് ആപ്റ്റ് ഇല്ലാത്ത പാട്ടും ഇതുപോലത്തെ ഒരു ഒഴുകി പോകുന്ന പാട്ടും പക്ഷേ കുറച്ചും കൂടി അതിലൊരു സ്റ്റൈൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. മേ ബി അമ്മ പറഞ്ഞാൽ തന്നെയാണ് വാലിഡ് പോയിന്റ്. ഇതിന്റെ അകത്ത് സെമി ഫൈനലിൽ വാട്ട് യു ആർ കംഫർട്ടബിൾ അത് എടുക്കായിരുന്നു. മോന്റെ സ്ട്രോങ് പോയിന്റ് തന്നെ എടുക്കാമായിരുന്നു. അതായത് ക്ലാസിക്കലിൽ തന്നെ ദാസേട്ടന്റെ ഒരുപാട് സോങ്സ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഏതെങ്കിലും സോങ് ചൂസ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതർവൈസ് ഇത് നല്ലൊരു ട്രൈ ആയിരുന്നു. ഇതിപ്പം ഇങ്ങനെ പാടിയതുകൊണ്ടല്ല ഇപ്പം മനസ്സിലായത് നമുക്ക് ഇതല്ല, എനിക്ക് കുറച്ചും കൂടി മാറ്റാനുണ്ടെന്ന് ഇതിപ്പം എടുത്തോണ്ടല്ലേ മനസ്സിലായത്. അപ്പോൾ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് എ ഗുഡ് ട്രൈ. ത്രോട്ടിന്റെ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മാറട്ടെ. താങ്ക് യു. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ അഭിനന്ദ്, നല്ല വാല്യുബിൾ പോയിന്റ്സ് ആണ് കിട്ടിയത്. സോ എല്ലാം മൈൻഡിൽ വെക്കുക. ഓക്കെ, എനിവേ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പിന്നെ ഹായ് കൊടുക്കാനുണ്ട്. ഹായും താങ്ക്സ് ഒക്കെ പറയാനുണ്ട്. എൻ്റെ സ്കൂളിലെ മ്യൂസിക് പഠിപ്പിക്കുന്ന ഭാഗ്യലക്ഷ്മി ടീച്ചർക്കും, പിന്നെ എനിക്ക് ക്ലാസിക്കൽ മ്യൂസിക് പഠിപ്പിക്കുന്ന സുധ ടീച്ചർക്കും, പിന്നെ പാട്ടുകളൊക്കെ പറഞ്ഞു തരാനുള്ള രാജീവ് മാഷ്, മുരളി മാഷ്, പിന്നെ എൻ്റെ സ്കൂളിലെ എല്ലാ മാഷ്മാർക്കും, നന്ദകിഷോർ, ആയിദേവ്, ദേവന്ത, അങ്ങനെ എല്ലാ ഫ്രണ്ട്സിനൊരു ഹായ് കൊടുക്കണം. അഭിനന്ദിനെ അറിയാന്നുള്ള എല്ലാവർക്കും നമ്മുടെ ഇമ്മിണി വലിയൊരു ഫാൻ്റെ വക വലിയൊരു ഹായ്. അഭിനന്ദ്, സെമി ഫൈനലിൽ 2 പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. സോ അടുത്തത് ഫിനാലെയാണ്. അപ്പോൾ അഭിനന്ദ് ഫിനാലിലേക്ക് എത്തും എന്നുള്ള ഒരു പ്രതീക്ഷ കൊണ്ട് ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.